നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വളരെ സ്നേഹ നമസ്കാരം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, NSS ജനറൽ സെക്രട്ടറി ഈ പറയുന്ന സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരാള്. സത്യത്തിൽ ഞാനും ഒരു നായരാണ് കേട്ടോ. ഞാൻ അങ്ങനെ ജാതി മതമൊന്നും പറഞ്ഞ് നടക്കാറില്ല. എന്നിരുന്നാലും എൻ്റെ ആ ഒരു വിഭാഗം വരുന്നത് നായർ സർവീസ് ആണ്. പക്ഷെ നമ്മളുടെ ഇവിടെ നിന്ന് മലപ്പുറം ജില്ലയിലൊന്നും ഈ നായന്മാരുടെ ഈ NSS കുന്തോ ഈ പറയുന്ന ജനറൽ സെക്രട്ടറി ഉള്ള ഈ സുകുമാരൻ നായരുടെ വാക്കോ അല്ലെങ്കിൽ അയാൾ വലിയ നേതാവാണ്, വലിയ എന്തോ സംഭവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇയാൾ ആരുടെ നേതാവാണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. കാരണം സത്യത്തിൽ ഇതേപോലെ ഇപ്പോ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലൂന്നി നിൽക്കുന്ന നായന്മാരൊക്കെ ഒരുപാടുണ്ട്. ഈ നായന്മാരുടെയൊക്കെ നേതാവാണോ ഇയാൾ? അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായുള്ള നായന്മാരുടെയൊക്കെ നേതാവാണോ ഇയാൾ? ഇനി അതല്ല കോൺഗ്രസ്സുകാരായിട്ടുള്ള നേതാക്കന്മാരുടെ അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള അണികളുടെ നായന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ നേതാവാണോ ഇയാൾ? ഏതിന്റെ നേതാവാണ് സത്യത്തിൽ അറിയില്ല. കാരണം ഇയാളുടെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലുള്ള ചില നേരങ്ങളിൽ പല നേരങ്ങളിലുള്ള ഓരോ പരാമർശങ്ങളും പ്രവൃത്തികളും ഒക്കെ ഞാനടക്കമുള്ള എല്ലാ നായന്മാരെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട് എന്നിരിക്കെ തന്നെ നമ്മൾക്ക് ഇയാളുടെ ചില പരാമർശങ്ങളൊക്കെ നമ്മൾക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അത് പറയാൻ കാരണം നമ്മൾക്കറിയാം, ഇതിനു മുൻപ് 72 ഹൂറികളെ ആരാടാ കണ്ടുവന്നിട്ടുള്ളവന്മാർ എന്ന് പച്ചയ്ക്ക് സകല ജിഹാദികളോടും പച്ചയ്ക്ക് ചോദിച്ചൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അത്തരത്തിൽ ചോദിച്ചിട്ടുള്ള ആ മനുഷ്യന്റെ ആ പ്രതികരണം, ആ രീതിയിലുള്ള ഒരു പ്രതികരണം മറ്റാരും നടത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വേറൊരു പ്രതികരണം കൂടി നടത്തിയിരുന്നു. സുരേഷ് ഗോപി ജയിച്ചതുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അയാളെന്ന് വിളിക്കുന്നതിൽ വലിയ മോശമൊന്നും കരുതേണ്ട. കാരണം സുരേഷ് ഗോപി ഒരു തവണ NSS ആസ്ഥാനത്തേക്ക് കയറി ചെന്ന സമയത്ത് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഈ വ്യക്തി അവന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന പോലെ തന്നെ സുരേഷ് ഗോപിയെ ആട്ടി ഓടിച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള ബഹുമാനം മാത്രമേ അയാൾക്ക് എന്റെ ഭാഗത്തു നിന്ന് കിട്ടുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ അയാളോട് ചോദിച്ച ആ ചോദ്യവും ഒട്ടേറെ ഉത്തരങ്ങളും ഉണ്ട്. അതിൽ ഒന്ന് രണ്ട് ഉത്തരങ്ങൾ കുറിക്കുകൊള്ളുന്ന ഉത്തരം തന്നെയാണ്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് ഓടിങ്ങോട്ട് വരാം. മന്ത്രിസ്ഥാനം രണ്ടെണ്ണം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്, കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട്. അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. സഹമന്ത്രിസ്ഥാനമാണ് രണ്ടും. ആദ്യം ഇത് താഴെ കൂടെ അല്ലേ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് താല്പര്യമില്ലായിരുന്നു. താങ്കൾ ഫോൺ വിളിച്ചിട്ടാണ് സമ്മതിച്ചതെന്നൊക്കെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് മാരക കുത്തിത്തിരിപ്പ് ചോദ്യം. അതായത് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞത്, അത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താങ്കളുടെ ആ ഒരു നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപി ഇത് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി കൊടുത്തു, ഈ പറയുന്ന ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത്. മാത്രമല്ല, ഈ സുരേഷ് ഗോപി 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടിയത് വളരെയധികം വലിയ കാര്യമാണ് എന്ന് അയാൾ പറയുന്നു. അയാൾ സുരേഷ് ഗോപിയെ ഓടിച്ചു വിട്ടതൊക്കെ അയാൾ മറന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളൊന്നും മറന്നിട്ടുണ്ടായിരിക്കില്ല. ഇനി മാരകമായിട്ടുള്ള ഒരു ചോദ്യവും ഉത്തരവാണ് ഇനി വരുന്നത്. ഗംഭീരമാണ്. അതുകൂടി ഒന്ന് കേൾക്കാം. ജനങ്ങൾക്ക് വളരെ അപ്രീതിയുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും ഒരു പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭരണവർത്തം നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ചോദ്യം ശ്രദ്ധിക്കും. മാർക്ക് കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇല്ലേ? ആവശ്യമില്ലാതെ കാല് പിടിക്കാൻ, ആവശ്യമില്ലാതെ കാല് വെക്കാൻ പോയതൊക്കെ കേൾക്കും. തീർച്ചയായിട്ടും കാണുന്നുണ്ട്. മര്യാദയ്ക്ക് പ്രതിപക്ഷത്ത് കൂടെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തി ഇനിയെങ്കിലും മുന്നോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കും ഈ അനുഭവം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്.
ഈ മാർ കൂറിലോസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അതായത് ആരാണ് ഈ മാർ കൂറിലോസ്? യാക്കോബായ സഭയുടെ വലിയൊരു മേൽ അധ്യക്ഷനൊക്കെ ആയിരുന്നു ഇയാൾ. പിന്നെ അയാളുടെ അത് രാജിവെച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും യാക്കോബായ വിഭാഗത്തിന്റെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു പുരോഹിതൻ തന്നെയാണ്. അയാളെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വിളിച്ചത് വിവരദോഷി എന്നുള്ളതാണ്. പിണറായി വിജയൻ നമ്മുടെ നാടിന് അങ്ങനെ ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. നികൃഷ്ട ജീവി, കടക്കുപുറത്ത്, അങ്ങനെ ഒരുപാട് വൃത്തികെട്ട ഭാഷകളൊക്കെ നമ്മുടെ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ടവനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ കുറ്റപ്പെടുത്താൻ ആവാത്തവൻ തന്നെയാണ് ഈ പിണറായി. അത്തരത്തിൽ വിവരദോഷി എന്നാണ് ഈ പറയുന്ന മാർ കൂറിലോസിനെ വിളിച്ചത്. ഈ മാർ കൂറിലോസിനെ നമ്മളൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. മാർ കൂറിലോസ് മറ്റാരുമല്ല, ഇടതുപക്ഷത്തിന്റെ ചെരുപ്പ് നക്കി, ഇസ്ലാമിക ജിഹാദികളുടെ ചെരുപ്പ് നക്കി നക്കി തുടച്ചു കൊടുക്കുന്ന ഒരു ആൾ തന്നെയാണ് ഈ മാർ കൂറിലോസ്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ പറഞ്ഞത്, ഈ ഇടതുപക്ഷത്തിന്റെയും ജിഹാദികളുടെയും ഒക്കെ ചെരുപ്പ് നക്കിയാൽ ഇങ്ങനത്തെ മറുപടിയൊക്കെ തന്നെ കിട്ടുകയുള്ളൂ. കാരണം അവന്റെയൊക്കെ സംസ്കാരം അതാണ്, ആ സംസ്കാരത്തിനുള്ള മറുപടിയെ കിട്ടുകയുള്ളൂ എന്നുള്ളതും. ഈ മണിപ്പൂർ വിഷയം എന്നൊക്കെ വന്ന സമയത്ത് ഈ മൊയ്തികളും കുക്കികളും തമ്മിലുള്ള രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ അതൊക്കെ മനുവാദം അവിടെ നടപ്പിലാക്കി, RSS BJP അവിടെ മനുവാദം നടപ്പിലാക്കി എന്നൊക്കെ പറയുന്നത്. മനുവാദം നമ്മൾക്കറിയാം, മനുസ്മൃതി എന്ന് പറയുന്ന ഈ ഓരോ ഹിന്ദുവിന് അറിയ പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഈ മനുസ്മൃതി എന്നുള്ളത്. അതിനെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ മണിപ്പൂരിൽ നടന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പർദ്ധയല്ല എന്നുള്ളത് മാറ്റിക്കൊണ്ട് അവിടുത്തെ RSSകാർ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്കെതിരെ ചെയ്ത ആക്രമണമാണ്, കലാപമാണ് എന്ന് വരുത്തി തീർത്ത് സംസാരിച്ചവനാണ് ഈ മാർ കൂറിലോസ്. അപ്പൊ ഈ മാർ കൂറിലോസിന് കിട്ടേണ്ടത് തന്നെയാണ് പിണറായി വിജയനും ഈ ജിഹാദികളും ഒക്കെ കൊടുക്കുന്നത്. ഇനി മാർ കൂറിലോസിന് കിട്ടിയതിന് ശേഷം കൃത്യമായിട്ട് മാർ കൂറിലോസിന്റെ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ചെന്നിരുന്നു. ഈ മാർ കൂറിലോസിന്റെ അതിനെതിരെയുള്ള പ്രതികരണം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. മക്കൾ ഒന്ന് കേട്ടിട്ട് ഇപ്പൊ തിരിച്ചു വരാം. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ഹൃദയപക്ഷം തന്നെയാണ് എന്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകും. ഞാൻ ഈ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണത്തിനില്ല എന്ന് എന്നെ വിളിച്ച മാധ്യമ പ്രവർത്തകരോടെല്ലാം പറഞ്ഞതാണ്. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല. അത്തരത്തിൽ ഈ സാധാരണക്കാരെ മറന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അവിടെ അവസാനിച്ചു, ആ വിഷയം അവിടെ അവസാനിച്ച് ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എനിക്കൊന്നും പറയാനില്ല. ഇനി ആ കാര്യത്തിൽ ഒരു പ്രതികരണമില്ല. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. അതിനി ഉണ്ടാകത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു വാക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. മറ്റൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാണ്. ഇനി എന്തിനാണ് പിണറായി വിജയൻ ഇയാളെ വിവരദോഷി എന്ന് വിളിച്ചെന്ന് അറിയാമോ? ഇയാൾ ഒരു പ്രസ്താവന നടത്തി. അതായത് തൃശ്ശൂരിൽ താമര വിരിഞ്ഞു, കേരളത്തിൽ 11 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വന്നു. അത്ര കണ്ട് 14% നിന്നും 20%ത്തിലേക്ക് BJP വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഒരുപാട് റെക്കോർഡുകൾ ഇട്ട ഒന്ന് തന്നെയായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷൻ. അതിന്റെ ആ ഫലം വന്നപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞു. അതോടുകൂടി സംഘികൾക്കെതിരെ, അതല്ലെങ്കിൽ BJPക്കും RSSനും ഹിന്ദുത്വത്തിനും ഒക്കെ എതിരെ ഇത്ര കണ്ട് വാളെടുത്ത് ഉറഞ്ഞു തുള്ളിയിരുന്ന ഈ കൂറിലോസിനുണ്ടല്ലോ, ഈ കൂറിലോസിന്റെ സമനില തെറ്റി. ഈ കൂറിലോസ് വേഗം പോയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്താ വന്നതെന്ന് അറിയാമോ? പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ്. പിണറായി വിജയനോട് പറഞ്ഞു, ഇനിയൊരു വെള്ളപ്പൊക്കവും മഹാമാരിയും ഒന്നും വരില്ല, വെള്ളപ്പൊക്കവും മഹാമാരിയും വന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ജയിച്ചത് എന്ന രീതിയിൽ, അത്തരത്തിൽ ഇനി ഇതൊന്നും വരില്ല, നിനക്ക് ഭരണം കിട്ടാൻ എന്ന രീതിയിൽ പിണറായി വിജയനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞോണ്ടി. പക്ഷെ പിണറായി വിജയൻ എന്ത് ചെയ്തു? കേറിയം കിട്ട് മാന്തി. ചില വിവരദോഷികൾ എന്ന രീതിയിൽ തന്നെ ഇവനുള്ള മറുപടി പച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ഫ്ലാറ്റ് ആയിട്ടിരിക്കുകയാണ് ഇവൻ. കാരണം ഇവന്റെ പക്ഷം ഇടതുപക്ഷമാണ്. ഇവന് പുരോഹിതനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാക്കോബായക്കാർ തന്നെ പറയും ഇവൻ എന്തോ ഒലക്കമൂടിലെ പുരോഹിതനാണെന്ന് ചോദിച്ചാലും കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിലുള്ള ഈ കൂറിലോസിന്റെ കൃത്യമായിട്ടും ചെരുപ്പ് നക്കാൻ പോയത് കൊണ്ട് കിട്ടി എന്നുള്ളത് സുകുമാരൻ നായർ പറഞ്ഞത് കൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ രണ്ടാമത്തെ തഗ് ഡയലോഗാണ്. ആദ്യത്തെ തഗ് ഡയലോഗ് എന്താണ്? ആരാടാ ഇവിടെ 72 ഹൂറികളും മദ്യപ്പുഴയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നവന്മാരെന്ന് ഇസ്ലാമിക ജിഹാദികളോട് ചോദിച്ചു. പിന്നെയോ ഇവിടത്തെ ഈ യാക്കോബായ സഭാധ്യക്ഷനായിരുന്ന കൂറിലോസ്, ഈ അടിമക്കമ്മി, മാക്രിക്കൂട്ടം അതിൽപ്പെട്ട ഒരുത്തൻ, അടിമയാണ്, കമ്മികളുടെ അടിമയാണ്. ആ മാക്രിക്ക് കൃത്യമായിട്ട് വിവരദോഷി എന്ന് കൂറിലോസിനെ വിളിച്ചു. ആ വിവരദോഷി എന്ന് വിളിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ മാക്രികളുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെയും ജിഹാദികളുടെയും കാല് നക്കാൻ പോയാൽ പിന്നെ എന്താ തിരിച്ചു കിട്ടുക എന്ന കരുതിയത് നമ്മളെ സുകുമാരൻ നായർ
നായർ തിരിച്ചു ചോദിച്ചു. എന്തായാലും സുരേഷ് ഗോപിയെ അദ്ദേഹം എന്ന് വിളിക്കുന്നില്ല, അയാൾ NSS ആസ്ഥാനത്ത് ചെന്ന സമയത്ത് അവിടെ നിന്ന് ആട്ടി ഓടിച്ചതിന് ഇന്ന് സുരേഷ് ഗോപി മധുരതരമായിട്ടുള്ള പ്രതികാരം തന്നെയാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ സുരേഷ് ഗോപി തന്നെ ആട്ടി അകറ്റിയിട്ടുണ്ടെങ്കിലും താൻ വിജയിച്ചതും താൻ ഇലക്ഷൻ നിന്നതും ഇലക്ഷന്റെ റിസൾട്ട് വന്നതും അതിനുശേഷമൊക്കെ ഇയാളെ ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ അയാളുടെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി വലിയ ചക്കരയാണ് ഇയാൾക്ക്, അത് കിട്ടേണ്ടത് കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ. എന്തായാലും സുരേഷ് ഗോപിയെ ആട്ടി ഓടിച്ച് വിട്ടവനെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ, ആ നല്ല മനുഷ്യന്റെ ആ ഒരു വ്യക്തിത്വത്തിന്റെ ആ ഒരു പ്രഭാവം ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണെന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും സകല ചെരുപ്പ് നക്കികൾക്കും കിട്ടാവുന്ന മറുപടി പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.